ഓം ശ്രീ മഹാദേവിയെ നമഃ. നമസ്കാരം. ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 964 മുതൽ 989 വരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. അതിനുശേഷം നാമാർത്ഥങ്ങൾ എന്താണെന്ന് നോക്കാം. ഓം ശ്രീ മഹാദേവിയെ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ബന്ധൂകകുസുമ പ്രഖ്യാബാലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസിന്നർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുത ചാരിത്ര്യ വാഞ്ചിതാർത്ഥ പ്രദായിനി. ഇതുവരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അതിലാദ്യത്തെ നാമമായിട്ട് വരുന്നത് ഓം ബന്ധൂക കുസുമ പ്രഖ്യായേ നമ. ബന്ധൂകം എന്നാൽ ചെമ്പരത്തി പൂവിനെ പറയുന്ന പേരാണ്. ബന്ധൂക കുസുമ പ്രഖ്യായേ എന്നാൽ ബന്ധൂക കുസുമം പോലെ ചുവന്ന ശോഭയാർന്ന ദേവി എന്ന നാമാർത്ഥം. നമ്മള് മുൻപുള്ള നാമങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ദേവിയുടെ നിറം ചുവപ്പ് നിറമാണ്, അരുണ ശോഭയാർന്ന അല്ലെ, ചെമ്പരത്തിപ്പൂവിന്റെ നിറത്തോടൊക്കെ സാമ്യം പറഞ്ഞ നാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ നാമാർത്ഥം തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ചുവന്ന നിറത്തോടു കൂടിയ ദേവി എന്ന നാമാർത്ഥം. ഓം ബാലായേ നമ. ബാലിക രൂപത്തോടു കൂടിയ ദേവിയാണ് നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അതുപോലെ ദേവിയുടെ ഭാവങ്ങൾ എപ്പോഴും ബാലഭാവമുള്ളതും നൈർമല്യമുള്ളതുമാണ് ദേവി എന്ന് നാമാർത്ഥം സൂചിപ്പിക്കുന്നു. അടുത്ത നാമം നോക്കാം. ഓം ലീലാ വിനോദിന്യേ നമ. പ്രപഞ്ചലീലയിൽ വിനോദം കൊള്ളുന്നവളായ ദേവി എന്ന് നാമാർത്ഥം. ഓം സുമംഗല്യേ നമ. നിത്യകല്യാണിയായ ദേവി, സുമംഗലിയായ ദേവി എന്ന് നാമാർത്ഥം. ഓം സുഖകര്യേ നമ. എല്ലാവർക്കും മംഗളം നൽകുന്നവളാണ് ദേവി. മംഗളദായിനി എന്നൊക്കെ നാമാർത്ഥം വരുന്ന നാമമാണ് ഓം സുഖകരിയെ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം നോക്കാം. ഓം സുവേഷാഢ്യായേ നമ. അതിവിശിഷ്ടമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ ദേവിയെ കുറിക്കുന്ന നാമമാണ്. ഓം സുവാസിന്യേ നമ. നിത്യസുമംഗലിയായ ദേവിയെ കുറിക്കുന്ന നാമം. ഓം സുവാസിന്നർച്ചന പ്രീതായേ നമ. സുമംഗലികളായ സ്ത്രീകളെ ആദരിച്ചും പൂജിച്ചും ചെയ്യുന്ന ആരാധനയിൽ പ്രിയമായിട്ടുള്ള ദേവി എന്ന് നാമാർത്ഥം. ഓം ആശോഭനായേ നമ. എവിടെയും എപ്പോഴും തേജോവതിയായിരിക്കുന്ന ദേവിയെ കുറിക്കുന്ന നാമമാണ്. ഓം ശുദ്ധമാനസായേ നമ. പരിശുദ്ധമായ മനസ്സോടുകൂടിയ ദേവി എന്ന് നാമാർത്ഥം. ഓം ബിന്ദു തർപ്പണ സന്തുഷ്ടായേ നമ. നമ്മൾ ആ ബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ബിന്ദുവിൽ തർപ്പണം ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രീചക്രം ആരാധിക്കുന്ന, അതിൽ ശ്രീചക്രത്തെ പൂജിക്കുന്ന ഇതിലൊക്കെ സന്തുഷ്ടയായിരിക്കുന്ന ദേവി എന്നാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. ഓം പൂർവജായേ നമ. നമ്മൾ മുമ്പ് വേറൊരു നാമം പറഞ്ഞിരുന്നു, ഓം പുരാതനായേ നമ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നാമങ്ങളിൽ. അതേ അർത്ഥം തന്നെയാണ് ഇവിടെ വരുന്നത്. പൂർവ ജന്മായേ നമ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും മുൻപുണ്ടായിരുന്നവളാണ് ദേവി അല്ലെ. ആദ്യം ഉണ്ടായ ദേവിയാണ്. പൂർവജയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ഓം ത്രിപുരാംബികായേ നമ. ത്രിപുരങ്ങളുടെ ദേവതയായ ദേവിയെ കുറിച്ച് പറയുന്നു. അതുപോലെ ശ്രീചക്രത്തിന്റെ 8ാമത്തെ ചക്രമായ ദേവതയ്ക്ക് ആ നാമമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നാമങ്ങളില് ആണ്
ഓം ത്രിപുരാംബികായേ നമ എന്ന നാമം വരുന്നത്. ഇനി അടുത്ത നാമം നോക്കാം. ഓം ദശമുദ്ര സമാരാധ്യായേ നമ. ഈ ദശമുദ്ര എന്നാൽ ധ്യാനത്തിനെ ഏകാഗ്രമാക്കാനായിട്ട് കൈവിരലുകൾ സംയോജിപ്പിച്ചുകൊണ്ട് 10 മുദ്രകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള 10 മുദ്രകളാൽ ആരാധിക്കപ്പെടുന്ന ദേവിയെയാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. ഈ 10 മുദ്രകളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാൻ കഴിയില്ല. അതൊക്കെ ഗുരുമുഖത്തു നിന്നും പഠിക്കേണ്ടവയാണ്. അടുത്ത നാമം നോക്കാം. ഓം ത്രിപുര ശ്രീവശങ്കരിയേ നമ. ത്രിപുരങ്ങളുടെ അധീശ്വരിയായ ദേവിയെ കുറിച്ച് പറയുന്ന നാമമാണ്. അതുപോലെ ശ്രീചക്രത്തിന്റെ 5ാമത്തെ ചക്രമായ ദേവിക്കും ആ നാമമുണ്ടെന്നാണ് ശ്രീവശങ്കരി എന്ന നാമം പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ആ നാമാർത്ഥത്തിൽ വരുന്നത്. അടുത്ത നാമം നോക്കാം. ഓം ജ്ഞാനമുദ്രായേ നമ. ജ്ഞാനമുദ്ര എന്ന് പറഞ്ഞാൽ ചിന്മുദ്രയാണ്. അതായത് കയ്യിലെ ചൂണ്ടുവിരലും തള്ളവിരലും കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ ഇങ്ങനെയാണ് ചിന്മുദ്ര വരിക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മുദ്രയ്ക്കാണ് ജ്ഞാനമുദ്ര എന്ന നാമം വരുന്നത്. ഇതെല്ലാം ദശമുദ്രയിൽ വരുന്ന മുദ്രകളാണ്. അടുത്ത നാമം നോക്കാം. ഓം ജ്ഞാനഗമ്യായേ നമ. ജ്ഞാനം കൊണ്ട് പ്രാപിക്കാൻ പറ്റുന്നതാണ് ദേവി എന്നാണ് നാമാർത്ഥം. നമ്മൾ പഠിച്ചു, നമ്മളെ ഉള്ളിലെ ജ്ഞാനശക്തി ഉണർത്തിയാൽ മാത്രമേ നമുക്ക് ദേവിയെ അറിയാൻ കഴിയുള്ളൂ അല്ലെ. അപ്പൊ അതാണ് ആ നാമത്തിന്റെയും അർത്ഥം. ഓം ജ്ഞാനജ്ഞേയസ്വരൂപിണ്യേ നമ. അറിയുന്നവനും അറിയേണ്ടതുമായതാണ് ദേവി. അതാണ് ആ നാമാർത്ഥം. ജ്ഞാനത്തിന്റെയും ജ്ഞേയത്തിന്റെയും സ്വരൂപമായവളെന്നാണ് ആ നാമാർത്ഥം വരുന്നത്. അടുത്ത നാമം നോക്കാം. ഓം യോനിമുദ്രായേ നമ. നേരത്തെ പറഞ്ഞ പോലെ ദശമുദ്രയിൽ 9ാമത്തെ മുദ്രയായ യോനിമുദ്രയാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം ഗുരുമുഖത്തു നിന്നും അറിയേണ്ട ഒന്ന് തന്നെയാണ്. ഓം ത്രികണ്ഠേശ്യേ നമ. ദശമുദ്രയിൽ 10ാമത്തെ മുദ്രയായിട്ട് വരുന്നതാണ് ത്രികണ്ഠേശി മുദ്ര. അതാണ് ആ നാമാർത്ഥം. അങ്ങനെയായിട്ടുള്ള ദേവിയെന്ന് സാരം സൂചിപ്പിക്കുന്നു. ഓം ത്രിഗുണായേ നമ. നമുക്കറിയാം ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ്? സത്വം, രജോ, തമോ അല്ല. അപ്പം ആ 3 ഗുണത്തോട് കൂടിയവൾ എന്നാണ് ആ നാമാർത്ഥം വരുന്നത്. അടുത്ത നാമം നോക്കാം. ഓം അംബായേ നമ. സകല ജീവജാലങ്ങളുടെയും അമ്മയായ ദേവി എന്ന് നാമാർത്ഥം. നമ്മുടെ എല്ലാം അമ്മ തന്നെയാണല്ലേ ദേവി. ഓം ത്രികോണകായേ നമ. അതായത് സഹസ്രാര പത്മത്തില് ശ്രീചക്രമുണ്ട്, അതുപോലെ മൂലാധാര ചക്രത്തില് ശ്രീചക്രമുണ്ട്. ത്രികോണകായി എന്ന് പറഞ്ഞാൽ ശ്രീചക്രത്തിലും ഒക്കെ സ്ഥിതി ചെയ്യുന്നവളായ ദേവിയെക്കുറിച്ച് പറയുന്ന നാമങ്ങളാണ്. ഓം അനഘായേ നമ. പാപം, ദുഃഖം അങ്ങനെ ഒന്നുമില്ലാത്ത പാപരഹിതയായ ദേവിയെക്കുറിച്ച് പറയുന്ന നാമം. ഓം അദ്ഭുത ചാരിത്രായേ നമ. പതിവ്രതയായ ദേവിയെ സൂചിപ്പിക്കുന്നു. അത്ഭുത ചാരിത്രത്തോട് കൂടിയവളാണ് ദേവി എന്ന് പറയാം. അതുപോലെ നമുക്കറിയാം അർദ്ധനാരീശ്വര സങ്കല്പം അല്ലേ, അത് ആ ഒരു പാതിവൃത്യത്തെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ദേവിയെ കുറിക്കുന്ന നാമമാണ് അത്ഭുത ചാരിത്ര്യായി നമ എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓം വാഞ്ചിതാർത്ഥപ്രദായിന്യേ നമ. അതായത് ഭക്തരുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിച്ചു കൊടുക്കുന്ന ദേവിയെ കുറിക്കുന്ന നാമം വാഞ്ചിതാർത്ഥപ്രദായിന്യേ. അങ്ങനെയുള്ള നാമാർത്ഥമാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 989 വരെയുള്ള നാമങ്ങളാണ് നമ്മൾ ഇതുവരെ അറിഞ്ഞത്. നമ്മൾ ഏകദേശം നാമങ്ങളുടെ അവസാന നാമങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇനി അധിക നാമങ്ങളില്ല.
ഇതുവരെയുള്ള നാമങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാത്തിൻ്റെയും പൊരുളാണ് ശ്രീ മഹാദേവി അല്ലേ. അപ്പൊ അമ്മയെ അറിഞ്ഞ് ജപിക്കുക, അർത്ഥം അറിഞ്ഞ് ജപിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.